ഹലോ എവരിവൺ 23andMe. അപ്പോൾ 23andMeയുടെ ഒരു വീഡിയോ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു DNA സലൈവ കളക്ഷൻ കിറ്റിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അയച്ചു കൊടുത്ത് അതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നു. അതിന്റെ അപ്ഡേറ്റ്സ് കുറച്ച് പേരൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിന്റെ റിസൾട്ടിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഒരു 23andMeയുടെ സലൈവ കളക്ഷൻ കിറ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഓർഡർ ചെയ്ത് വരുത്തിയതിനു ശേഷം എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു സലൈവ സാമ്പിൾ എടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ അത് അയച്ചു കൊടുത്തതിന് ശേഷം എന്തൊക്കെയാണ് ആ കമ്പനിയിൽ നടക്കുന്നത്, ആ സാമ്പിൾ ഏതൊക്കെ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത് എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ജംപ് ഇൻ ദ ടോപ്പിക്. അപ്പോൾ എന്താണ് 23andMe? അപ്പോൾ 23andMe എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് കൺസ്യൂമർ DNA ടെസ്റ്റിംഗ് കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ഈ 23andMe പോലെ തന്നെ ഒരുപാട് വേറെ കമ്പനികളും ഉണ്ട് ഇതുപോലെ തന്നെ DNA ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പനികളുടെ പ്രത്യേകത, ഇവരുടെ ഈ ഒരു ടെസ്റ്റിംഗ് കിറ്റ് നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് നമ്മളുടെ വീട്ടിലേക്ക് വരുത്തിക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു സാമ്പിൾ നമുക്ക് സ്വന്തമായി കളക്ട് ചെയ്തിട്ട് തിരിച്ച് ഇവരുടെ കമ്പനിയിലേക്ക് അയക്കാം. എന്നിട്ട് ആ ഒരു DNA ടെസ്റ്റ് നടത്താം എന്നുള്ളതാണ് ഈ ഒരു കമ്പനികളുടെ പ്രത്യേകത. ഇപ്പം ഞാനിപ്പം ചൂസ് ചെയ്തേക്കുന്നത് 23andMe എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുടെ DNA ടെസ്റ്റിംഗ് ആണ്. അതൊരു സലൈവ സാമ്പിൾ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു 23andMe എന്ന് പറയുന്ന കമ്പനി പോലെ തന്നെ വേറെ 2-3 അല്ലെങ്കിൽ ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ അതിൽ ഫേമസ് ആയിട്ടുള്ള വേറെ 2-3 കമ്പനികൾ ഇപ്പം നമ്മൾ യൂറോപ്പ് ഏരിയയിൽ നോക്കുകയാണെങ്കിൽ ഉണ്ട്. അതിലിപ്പോൾ മെയിനായിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൻസിസ്ട്രി DNA, അതുപോലെ തന്നെ മൈ ഹെറിറ്റേജ് DNA, അതുപോലെ തന്നെ ലിവിങ് DNA എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനികളാണ്. ഇതിൽ ഏത് വേണമെങ്കിൽ ഈ ഒരു കമ്പനികളെല്ലാം തന്നെ നമുക്ക് ആൻസിസ്റ്റർ ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അതുപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ട്രേഡ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ഓപ്ഷനും തരുന്നുണ്ട്. അപ്പം ഇതൊക്കെ യൂറോപ്യൻ ഒരു ഏരിയയിലുള്ളൊരു DNA ടെസ്റ്റിംഗ് കമ്പനിയുടെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പം നിങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ ഇതിന് മുന്നേ ഒന്നും ഈ ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി കുറച്ച് കമ്പനികൾ ഇന്ത്യയിൽ ഈ ഒരു DNA ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ആൻസിസ്റ്റർ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കണ്ടുപിടിക്കാനുള്ള കുറച്ച് DNA ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചില കമ്പനികൾ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മാപ്പ് മൈ DNA എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി, അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാം DTC എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി, നമുക്ക് നാട്ടിൽ ഒരുപാട് ലാബും കാര്യങ്ങളൊക്കെ DNA ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ DNA വൈസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി, ആ ഒരു കമ്പനി ഇതുപോലെ തന്നെ നാട്ടിൽ ഇന്ത്യയിൽ ഈ ഒരു DNA ടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോരോ പ്രൊവൈഡേഴ്സിന് ഓരോരോ പാക്കേജ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ചൂസ് ചെയ്ത 23andMe എന്ന് പറയുന്ന കമ്പനിക്ക് 3 പാക്കേജാണ് മെയിൻലി ഉള്ളത്. ഒന്നാമത്തേത് വെച്ച് കഴിഞ്ഞാൽ ആൻസിസ്ട്രി മാത്രം അറിയാനുള്ള ഒരു പാക്കേജാണ്. അതിൽ £90 ആയിട്ടാണ് UK വരുന്നത് റേറ്റ്. അതുപോലെ തന്നെ പിന്നെ ഉള്ളത് ഹെൽത്ത് പ്ലസ് ആൻസിസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാക്കേജാണ്. അതിന് 135 അങ്ങനെ എന്തോ ആണ് വരുന്നത് UK. പിന്നെ വരുന്നത് ഒരു പ്രീമിയം പാക്കേജാണ്. അത് വെച്ചാൽ സബ്സ്ക്രിപ്ഷനുള്ളൊരു പാക്കേജാണ്. അതിന് മന്ത്ലി £60 അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എമൗണ്ടും കാര്യങ്ങളൊക്കെ അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 പാക്കേജ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ പാക്കേജ് നമ്മൾ പറഞ്ഞല്ലോ, ആൻസിസ്ട്രി മാത്രം അറിയാനുള്ള ഒരു പാക്കേജാണ്. അതിൽ നമുക്ക് വേറെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും കിട്ടില്ല. അപ്പോൾ രണ്ടാമത്തെ പാക്കേജ് നോക്കുകയാണെങ്കിൽ ഹെൽത്ത് പ്ലസ് ആൻസിസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജാണ്. അപ്പോൾ അതിൽ നമുക്ക് ആൻസിസ്ട്രി കിട്ടും, അത് കൂടാണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അറിയാൻ പറ്റും. അതിലിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാർമക്കോ ജനറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. അതായത് നമ്മൾ ജനറ്റിക്കലി പ്രകാരം നമുക്ക് ഏതൊക്കെ ഡ്രഗിനോടാണ് അലർജി ഉള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഹെൽത്ത് റിസ്ക് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് അറിയാൻ പറ്റും ആണുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ചിലപ്പം പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒക്കെ നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടാറുണ്ട്. അതിപ്പം പെണ്ണുങ്ങളുടെ കാര്യത്തിലാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ബ്രസ്റ്റ് ക്യാൻസർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്നതാണ്. അപ്പം ഈ ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇൻഹെറിറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ പറ്റും. അതൊക്കെയാണ് മെയിൻലി ഹെൽത്ത് പാക്കേജിന്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രീമിയം പാക്കേജിലുള്ള മെയിൻ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഈ ഒരു ഹെൽത്ത് റിലേറ്റഡ് തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു പ്രീമിയം പാക്കേജിൽ കൊടുക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ മെയിനിൽ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു DNA ടെസ്റ്റിൽ നമ്മൾ ഈ DNA എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലേ. അപ്പം നമ്മൾ ഈ DNA ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ മെയിൻലി ഇപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 99.9 ഓഫ് ദ ജീൻസും ഓൾമോസ്റ്റ് എല്ലാവരും ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ 0.1% മാത്രമേ നമുക്ക് യുണീക്കായിട്ട് നമ്മളുടെ DNAയിലുള്ളൂ. അതാണ് നമ്മളുടെ ഓരോ ആളെയും സെപ്പറേറ്റ് മാറ്റി നിർത്തുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു 0.1%. അപ്പോൾ ഈ ഒരു 0.1%-ൽ 0.1% മാത്രമേ ഈ എല്ലാ കമ്പനികൾക്കും ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ആ ഒരു അതിലുള്ള സെഗ്മെന്റേഷൻ അല്ലെങ്കിൽ DNA
കാറ്റഗറൈസ് അത് കുറച്ച് ഞാൻ പറഞ്ഞതിന് മുന്നേ പറഞ്ഞല്ലോ, നമുക്ക് ഈ ഒരു DNA എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഈ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കൊടുക്കുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ, എങ്ങനെയാണ് അവരുടെ സീക്വൻസിങ്, അവരെന്ത് ടെസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു എന്താ പറയുക ട്രേഡ്സും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക ഇൻഹെറിറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവർ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതിപ്പം ഒരു വലിയൊരു ടോപ്പിക് ആയിട്ട് നമുക്ക് എല്ലാം കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന് മാക്സിമം പെരിഫറൽ നമുക്കൊന്ന് പറഞ്ഞു പോകാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ പറഞ്ഞു വന്ന പോലെ ഈ പ്രീമിയം പാക്കേജിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ ഹെൽത്ത് ബെനിഫിറ്റ്സും അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ DNA ടെസ്റ്റ് കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ മെയിൻലി വെച്ചാൽ ഇതിൽ ആൻസിസ്ട്രി ബ്രേക്ക് ഡൗൺ ആണ് അവർ ചെയ്യുന്നത്. ആൻസിസ്ട്രി ബ്രേക്ക് ഡൗൺ ചെയ്തതിന് ശേഷം വെച്ചാൽ നമ്മൾ സ്ട്രോങ്ങർ ആൻസിസ്ട്രി ഏതാണ് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ ആൻസിസ്ട്രി കോമ്പോസിഷൻ അവർ ചെക്ക് ചെയ്യും. എന്നിട്ട് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് തരുന്നതായിരിക്കും. അപ്പം അങ്ങനെയാണ് ഈ ഒരു കമ്പനികളൊക്കെ ചെക്ക് ചെയ്തത് നമ്മളുടെ ആൻസിസ്ട്രി എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഞാൻ ഈ ടെസ്റ്റിനൊക്കെ അയച്ചതിന് ശേഷം ഇതിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ റിപ്പോർട്ട് വന്നിട്ട് ആ റിപ്പോർട്ട് എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഞാൻ 98.2% സെൻട്രൽ ആൻഡ് സൗത്ത് ഏഷ്യൻ എന്നാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ മലയാളിയായിട്ട് എന്തുകൊണ്ടാണ് സെൻട്രൽ ആൻഡ് സൗത്ത് ഏഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നതെന്നല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണം എന്നാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ DNA അല്ലെങ്കിൽ DNA ടെസ്റ്റിംഗ് എന്ന് പറയുന്നതിനെ കുറിച്ച് വലിയൊരു ടോപ്പിക്കാണ്. അതിന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നാണ്, എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഇങ്ങനെ വന്നേക്കുന്നുള്ളത് മനസ്സിലാക്കണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് വന്നേക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് കൊണ്ട് നമുക്ക് എൻ്റെ പൂർവിക മനുഷ്യർ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു മനുഷ്യരിൽ നിന്ന് എത്ര പോലെ പെർസെൻറ്റേജ് എനിക്ക് ഇൻഹെറിറ്റൻസ് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കറിയാം, നേന്ത്രത്താൽ ഇതിന് മുന്നേ ഉണ്ടായ വേരിയേഷനിലുള്ള ഒരു നേന്ത്രത്താൽ ഹ്യൂമൻസിൻ്റെ ഒക്കെ ഇൻഹെറിറ്റൻസ് നമുക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു എത്ര പോലെ നേന്ത്രത്താൽ ജീൻ എൻ്റെ ജീനിലുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു DNA ടെസ്റ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ മലയാളി സബ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് 18% 2 കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ കാര്യങ്ങൾ, അതെന്തുകൊണ്ടാണ് 18% 2 മാത്രം എന്നുള്ളത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ DNA ടെസ്റ്റിംഗ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് നമുക്ക് ഡോമിനന്റ് DNA ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ, ജീനോ ടൈപ്പിംഗ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ അതിനെ കുറിച്ച് കുറേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പം ഡു ചെക്ക് ഇറ്റ് ഔട്ട്. നിങ്ങൾക്കപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഈ ഒരു DNA ട്രേറ്റ്സ് ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ ആൻസിസ്ട്രി കൂടാണ്ട് തന്നെ നമുക്ക് ഇതിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും എൻ്റെ കിറ്റിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഇതിൽ കാണിക്കുന്നുണ്ട്. എനിക്ക് ഇപ്പം ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് മെയിനായിട്ട് പോസിറ്റീവ് അലർജീസും കാര്യങ്ങളൊക്കെ ഉണ്ടോ, അങ്ങനെയുള്ള എനിക്കങ്ങനെ അലർജീസും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് ഇതിലിപ്പോൾ പറഞ്ഞേക്കുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഫൺ ഫാക്റ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ നമ്മളുടെ ആൻസിസ്ട്രി റിലേറ്റീവ്സിനെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇവർ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഡാറ്റാബേസ് വെച്ചിട്ട് എനിക്ക് 170 റിലേറ്റീവ്സ് ഉണ്ട്. അതിൽ 24 പേര് എൻ്റെ 3rd and 4th കസിൻസ് ആയിട്ട് വരുന്നവരാണ്. അതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫൺ ഫാക്റ്റ് ആണ്. പിന്നെ അതുപോലെ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ നിയന്ത്രത്താൽ ആൻസിസ്ട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ജീനിൽ എത്രത്തോളം നേന്ത്രത്താൽ ആൻസിസ്ട്രി എന്ന് വെച്ചാൽ സുജേഷ് യു ഹാവ് മോർ നേന്ത്രത്താൽ DNA ദാൻ 91 ഓഫ് ദ കസ്റ്റമേഴ്സ് എന്നാണ്. അപ്പം ഇവരുടെ ഡാറ്റാബേസിലുള്ള കസ്റ്റമേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് അത്രത്തോളം കൂടുതലാണെന്നാണ് ഇവർ പറയുന്നത്, ഇവരുടെ ടെസ്റ്റ് അനുസരിച്ചിട്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് ഇതിൽ നിന്ന്. നമ്മൾ സാധാരണ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റിൽ കയറി ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സിലേക്ക് ഇവരുടെ ആ ഒരു ടെസ്റ്റിംഗ് കിറ്റ് വരുന്നതായിരിക്കും. ഈ ഒരു സാമ്പിൾ കിറ്റ് വന്നതിന് ശേഷം എങ്ങനെയാണ് നമ്മൾ ആ ഒരു സലൈവ സാമ്പിൾ കളക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ലീഫ്ലെറ്റ് അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൽ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സലൈവ സാമ്പിൾ കളക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളത് അവർ അയച്ചു തരുന്ന ഒരു കാർഡ്ബോർഡ് ബോക്സ് ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ തന്നെ റിട്ടേണിലുള്ള സ്റ്റിക്കർ, DHL പാർസൽ സർവീസിൻ്റെ സ്റ്റിക്കറും എല്ലാം പ്രീപെയ്ഡ് ആയിട്ടുള്ളത് ഇൻക്ലൂഡഡ് ആയിരിക്കും. നമ്മൾ അതിൻ്റെ ഇൻസ്ട്രക്ഷനൊക്കെ വായിച്ചതിന് ശേഷം അതിൽ തിരിച്ചയച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിനുള്ള ഫുൾ ട്രാക്കിങ്ങും അവരുടെ ആപ്ലിക്കേഷൻ വഴി നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ ആ ഒരു ബോക്സ് കിട്ടിയതിന് ശേഷം, അവരുടെ ആ ഒരു കളക്ഷൻ സാമ്പിൾ ബോക്സ് കിട്ടിയതിന് ശേഷം അതിൻ്റെ ബാർകോഡും കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്ത്
അത് നമ്മൾ ആ ഒരു കിറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് മുതലുള്ള ബാക്കി മൊത്തം ട്രാക്കിങ് നമുക്ക് അവരുടെ ആപ്ലിക്കേഷൻ വഴി കാണാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു സാമ്പിളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ബോക്സ് പാക്ക് ചെയ്ത് ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ആപ്ലിക്കേഷൻ വഴി ഇൻഫർമേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു സാമ്പിൾ കളക്ഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുന്നത്തെ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഇതിൻ്റെ മുകളിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സാമ്പിൾ കളക്ഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കമ്പനിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റെപ്പിൽ കൂടിയാണ് ഇത് കടന്നു പോകുന്നത്. അപ്പോൾ ഈ കമ്പനിയിൽ എത്തുന്നത് വരെയുള്ള ഞാൻ പറഞ്ഞല്ലോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ വഴി ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു 23andMe എന്ന് പറയുന്ന കമ്പനിയിൽ നമ്മളുടെ സാമ്പിൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 2-3 പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു വിഷ്വൽ അനലൈസിസ് അവിടെ നടക്കും. അവർ നമ്മൾ സാമ്പിൾ അവർ വിഷ്വലി നോക്കുന്നതായിരിക്കും. നമ്മൾ സാമ്പിൾ അയച്ച വയലിന് ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ല, സാമ്പിളൊക്കെ പ്രോപ്പർ ആണെന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ അവിടെ എത്തിയ സാമ്പിൾ ബോട്ടിലിന് വയലിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജും കാര്യങ്ങളുണ്ട്, നമ്മളുടെ സാമ്പിൾ പ്രോപ്പർ അല്ല, അവർ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ആഡിക്വേറ്റ് ആയിട്ടുള്ള DNA നമ്മൾ സാമ്പിൾ ഇല്ല, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ രണ്ടാമതൊരു സാമ്പിൾ കിറ്റ് അവർ അയച്ചു തരുന്നതായിരിക്കും. അപ്പം ഈ ഒരു ആഡിക്വേറ്റ് ആയിട്ടുള്ള DNA സാമ്പിൾ ഇല്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ് രണ്ടാമതൊരു കിറ്റ് അവർ അയച്ചു തരുന്നത് എന്നാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളൊരു സാമ്പിൾ എടുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അവരുടെ ഇൻസ്ട്രക്ഷൻ വായിച്ച് നോക്കി അതുപോലെ തന്നെ സാമ്പിൾ എടുക്കാൻ നോക്കുക. കാരണം ഒരുപാട് ഇൻസ്ട്രക്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റതിന് ശേഷം ബ്രഷ് ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ സ്മോക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ഒരു സാമ്പിൾ എടുക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു സാമ്പിളൊക്കെ എടുത്ത് അയച്ചു കൊടുത്തതിന് ശേഷം നടക്കുന്ന ഒരു സ്റ്റെപ്പ് വിഷ്വൽ ഇൻസ്പെക്ഷൻ. അത് കഴിഞ്ഞതിന് ശേഷം DNA എക്സ്ട്രാക്ഷൻ നടത്തുന്നതായിരിക്കും. ആ DNA എക്സ്ട്രാക്ഷൻ നടത്തിയതിന് ശേഷം പിന്നെ DNA അവർ അനാലിസിസ് ചെയ്യും. എന്നിട്ടാണ് നമുക്ക് എന്തൊക്കെയാണ് ആൻസിസ്ട്രി ട്രേസസ് ഉള്ളത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഹെൽത്ത് റിസ്ക് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ഇവർ തരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 23andMe എന്ന് പറയുന്നുള്ളൊരു കമ്പനിയുടെ DNA ടെസ്റ്റിംഗ് കിറ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 23andMe എന്ന് പറയുന്ന DNA ടെസ്റ്റിംഗ് കിറ്റ് ചെയ്യുന്നത് മോസ്റ്റ്ലി വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഒരു ടൈപ്പ് ഓഫ് സ്ക്രീനിങ് ആണ്. നമ്മൾ ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഹെറിറ്റഡ് ആയിട്ട് വരുന്നില്ല ഹെൽത്ത് റിസ്ക് എന്തൊക്കെയാണെന്നുള്ളത് അറിയാനും അതുപോലെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ ഈ 23andMe എന്ന് പറയുന്നത് DNA ടെസ്റ്റിംഗ് കിറ്റ് ചെയ്യുന്നത്. അത് അല്ലാണ്ട് പിന്നെ ചെയ്യുന്നത് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ സയൻസിൽ കൂടുതൽ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് ഇങ്ങനെ എന്താ പറയുക ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു മെയിൻ റീസൺസ് ഒക്കെ കൊണ്ടാണ് 23andMe DNA ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിലൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നാണെങ്കിൽ 23andMe അതുപോലെ തന്നെ മോസ്റ്റ്ലി വൈഡായിട്ട് യൂസ് ചെയ്യുന്ന 2-3 DNA ടെസ്റ്റിംഗ് കിറ്റ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്ന കമ്പനീസിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ റിസർച്ച് ചെയ്തതിന് ശേഷം ചൂസ് ചെയ്യാം ഏത് കമ്പനിയുടെയാണ് വേണ്ടതെന്നുള്ളത്. ഞാൻ എൻ്റെതായ ചെറിയ റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ 23andMe എന്ന് പറയുന്ന ഒരു കമ്പനി ചൂസ് ചെയ്തത്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ഇതുപോലെ തന്നെ ഈ 23andMe എന്ന് പറഞ്ഞിട്ട് കമ്പനി തന്നെയാണ് ചെയ്തേക്കുന്നത്. എനിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബലി വലിയൊരു ഡാറ്റാബേസ് ഉള്ളൊരു കമ്പനി 23andMe ആണെന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ട് നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ച് ചെയ്യുക, അതിന് ശേഷം മാത്രം ചൂസ് ചെയ്യാനാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടാൽ വീണ്ടും ഇഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാനാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനാക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.